നമസ്കാരം. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOയുമായ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങളുടെ സൽക്കാര വിരുന്നിലെ അവസാന സൽക്കാരമല്ല ഇപ്പോൾ നടന്നത് എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഗുണ്ടാ സംഘങ്ങളുടെ സൽക്കാര വിരുന്നിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല, ഇത് അവസാനത്തേതുമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ആഭ്യന്തര മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് പിണറായിക്ക് ഒരു മെയിൽ അയച്ച കാരണം കൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കടന്നിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞത് എന്താണ്? കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാതെ, ആ പ്രതിയെ, കുറ്റവാളിയെ കോടതിയിൽ ഹാജരാക്കാതെ കൃത്യമായിട്ട് തുറന്ന് വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് തുറന്നു വിട്ട ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലാണ് ഞാൻ പോലും ജോലി ചെയ്യുന്നത് എന്ന് അദ്ദേഹം ആ മെയിലിലൂടെ പറഞ്ഞിരിക്കുന്നു. ഇത് ഈ അദ്ദേഹത്തിൻ്റെ കത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ ഈ ആഭ്യന്തര മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് പിണറായി വിജയന് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുമായിട്ട്, ഗുണ്ടാ തീവ്രവാദ സംഘങ്ങളുമായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തുറന്നു കാണിച്ചത്, ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലേക്ക് തുറന്നു കാണിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള ആരോപണം കൊണ്ടാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതും. മാത്രമല്ല, ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തുവാൻ വേണ്ടിയിട്ട്, അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുവാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ അവരെത്തിയേക്കാം. കാരണം കേരളത്തിൻ്റെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നത് രാഷ്ട്രദ്രോഹികളും രാജ്യവിരുദ്ധ ശക്തികളുമാണ് എന്നുള്ളത് നമുക്ക് ഇതിനകം തന്നെ മലയാളികൾക്ക്, കേരളീയർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എത്രയെത്ര ആരോപണങ്ങളാണ് ഈ നാട് ഭരിക്കുന്ന ഭരണകർത്താക്കളെക്കുറിച്ച്, ഈ ഭരണകർത്താക്കളെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിരന്തരം മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വിവാദമായിട്ടുള്ള നമ്മുടെ മുഴുവൻ ഭാരതത്തിനകത്ത്, മുഴുവൻ സംസ്ഥാനത്തിനകത്തും മലയാളികൾക്ക് ലജ്ജിച്ച് തലകുനിക്കേണ്ടി വന്ന സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള വിവാദങ്ങൾ, ഇപ്പോൾ കത്തിജ്വലിച്ച് നിൽക്കുന്ന മാസപ്പടി വിവാദം, അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് അടിക്കടി യാത്ര പോയി ഇപ്പോൾ അവസാനം ആരോപണ വിധേയമായിട്ട് നിൽക്കുന്നത് വിദേശ രാജ്യത്തെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള വിദേശ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയതിനെ കുറിച്ചുമൊക്കെയുള്ള തീരാത്ത വാർത്തകളാണ് അനുദിനം മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾക്കൊന്നും കൃത്യമായിട്ടുള്ള മറുപടി പോലും പറയുവാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ ബന്ധപ്പെട്ട ആൾക്കാർക്കോ സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് DYSPയുടെ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ചേർന്നിട്ടുള്ള സൽക്കാര പാർട്ടികളും അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂട്ടുകച്ചവടവും, പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത് പോലെയുള്ള വാർത്തകളുമൊക്കെ, ഈ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പലിശയ്ക്ക് പൈസ കൊടുക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് അമിത പലിശ ഈടാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള നടപടികളുമൊക്കെ നടക്കുന്നത് എന്നുള്ളത് നാം വളരെ വിഷമത്തോടു കൂടിയിട്ട് തിരിച്ചറിയുകയാണ്. ഓപ്പറേഷൻ കുബേരയൊക്കെ വച്ചിട്ട് ഇവിടെ കൃത്യമായിട്ട് ബ്ലേഡ് സംഘങ്ങളെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടൊക്കെ നടന്നിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നമ്മുടെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നിർബന്ധമായിട്ട് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ സർക്കാർ സംവിധാനം തയ്യാറാവുകയാണ് എങ്കിൽ ഈ കേരളത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളിലുമൊക്കെയുള്ള കൈവിലങ്ങുകൾ ഉണ്ടല്ലോ, ആ കൈവിലങ്ങുകൾ എടുത്ത് സ്വന്തമായിട്ട് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരും പരസ്പരം തങ്ങളുടെ കൈകളിൽ തന്നെ ബന്ധിച്ചുകൊണ്ട് ജയിലിൽ സ്വയം അകത്തു കയറിയിട്ട് ലോക്കപ്പുകൾ പൂട്ടേണ്ട സ്ഥിതിയിലാണ് നമ്മുടെ നാട് ചെന്നെത്തി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രബുദ്ധ കേരളത്തിൽ, നമ്മുടെ സാക്ഷര കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തതിൽ വളരെ വിഷമത്തോടു കൂടിയിട്ട് തലകുനിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. നന്ദി, നമസ്തേ.